ഹായ്, എന്തൊക്കെയുണ്ട് ഗൈസ്? സുഖല്ലേ? നമ്മളൊക്കെ നമ്മുടെ ലൈഫിലെ 8ൻ്റെയും 18ൻ്റെയും വട്ടത്തിലും ത്രികോണത്തിലൊക്കെ പണി കിട്ടിയും കിട്ടാതെയൊക്കെ ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് എനിക്ക് അങ്ങനെ വന്നിട്ട് തോട്ടാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ കഴിച്ചത് എഗ് ഓംലേറ്റ് ആണ്. അപ്പോൾ എഗ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് എടുത്ത സമയത്ത് അതിൽ ആദ്യത്തെ പീസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മോസ്റ്റ്ലി ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പീസാണ് ആ പീസ്. അതേപോലെ തന്നെ എനിക്കും വലിയ താല്പര്യമില്ലാത്ത പീസാണ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആൾക്കും അധികം താല്പര്യമില്ലാത്ത പീസ് തന്നെയാണ്. അതേപോലെ ഞാനിങ്ങനെ ആലോചിച്ചു, മോസ്റ്റ്ലി ആളുകൾക്ക് ആ പീസ് ഇഷ്ടമല്ല. എന്നാൽ അതിനർത്ഥം ആ പീസ് കൊള്ളില്ല എന്നാണോ? എല്ലാം വേറുള്ള ബ്രെഡ് പീസസ് ഉണ്ടാക്കി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലും അതിൻ്റെ ടേസ്റ്റിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകളിൽ തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പാക്കറ്റ് പൊട്ടിച്ച് ഉടനെ എടുത്ത് ആദ്യം കഴിക്കുന്ന പീസ് അതായിരിക്കും. വേറുള്ള പീസിനെക്കാളൊക്കെ അവരുടെ ഫേവറേറ്റ് പീസും അതായിരിക്കും. ഇതുപോലെ തന്നെയാണോ മനുഷ്യന്മാരും? നമ്മൾ വാല്യൂ തരാത്തിടത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് പോവും, നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയാതെ പോകും, നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതലായിട്ട് സ്പ്രെഡ് ആവുക, നമ്മളെ ഗ്രോത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ പോകുന്നത് നമ്മളെ വാല്യൂ ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ അടുത്താണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ വാല്യൂ നമ്മൾ തിരിച്ചറിയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെയോ അല്ലെങ്കിൽ ആ ബ്രെഡിൻ്റെ ഒന്നും പ്രശ്നമല്ല ആളുകൾ അതിന് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനൊരു വാല്യൂ ഇല്ലാതെയോ അത് മോശപ്പെട്ട സാധനമായതുകൊണ്ടോ നിങ്ങളൊരു മോശപ്പെട്ട വ്യക്തി ആയതുകൊണ്ടോ അല്ല. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് മാറ്റർ. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് നോക്കുക. അങ്ങനത്തുള്ള വ്യക്തികളുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. വേറെ ഒന്നും പറയാനില്ല. കാരണം ഒരിക്കൽ അവിടെ സ്റ്റക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.